ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രിഡ്ജിന് ആവശ്യമായിട്ടുള്ള എല്ലാതരം ഓർഗനൈസേഴ്സും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓർഗനൈസർ നോക്കാം. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന ബോക്സാണ്. ഞാനിതിൽ തക്കാളി, വെള്ളരിക്ക, പയർ ഇതൊക്കെയാണ് ഇട്ട് വയ്ക്കാറ്. പിന്നെ ഇതിനിങ്ങനെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇത് എയർ ടൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എയർ ടൈറ്റ് അല്ല കേട്ടോ. പക്ഷേ ഒരാഴ്ചത്തേക്ക് മേലെ സാധനങ്ങളൊക്കെ കേടുവരാതെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് 249 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ഡിമാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിത് ഇതുപോലെ 4 ബോക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ ഇത്. ഇനി ഇത് നെക്സ്റ്റ് ഓർഗനൈസർ നോക്കാം. ഇത് 3 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിത് വാങ്ങിച്ചത് ഐക്കിയെന്നാണ്. പക്ഷേ സെയിം പ്രോഡക്റ്റ് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ പച്ചമുളക്, ഇപ്പോൾ മിൻറ്റ് ലീവ്സ്, കറി ലീവ്സ് എല്ലാം ഈ ഒരു ബോക്സിലാണ് എപ്പോഴും ഇട്ട് വയ്ക്കാറ്. ഒരുപാട് നാളിത് കേടുവരാതെ നിൽക്കും. ഇതിന് ഐക്കയിൽ 149 റുപ്പീസ് എന്തേ ഉള്ളൂ കേട്ടോ 3 കണ്ടെയ്നേഴ്സിന്. ഇതിന് 149 റുപ്പീസേ ഉള്ളൂ കേട്ടോ 3 ബോക്സിന്. ഇത് നമുക്ക് കറക്റ്റായിട്ട് മുകളിലായിട്ട് അടുക്കി വെക്കാനും പറ്റും കേട്ടോ. ഇനി ഇത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു എഗ് ഡിസ്പെൻസർ. ഞാനിത് മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. മീഷോ ഹോൾ ചെയ്ത സമയത്ത് ഞാൻ ഈ പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഴുവനും പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള മുട്ട എടുക്കുന്ന സമയത്ത് ബാക്കിലുള്ള എഗ്ഗൊക്കെ തനിയെ ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു ടൈപ്പിലാണ് ഇതുള്ളത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തും കുറച്ച് സ്പേസേ എടുക്കുള്ളൂ. ഇനി അടുത്തത് ഈ ഒരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. ഇതുപോലത്തെ 3 ബോക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 3ഉം ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു വലിയ ബോക്സും വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 297 റുപ്പീസാണ്. ഇത് ഞാൻ സാധാരണയായിട്ട് നമ്മുടെ വെജിറ്റബിൾ ബോക്സിനകത്ത് ജസ്റ്റ് വെക്കാറാണ്. ബ്രിഞ്ചാൾ, അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇഞ്ചി, ഇതെല്ലാം ഞാൻ ഈ ഒരു ബോക്സിലാണ് വെക്കാറ്. നെക്സ്റ്റ് ഈ ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ വലുതാക്കാനായിട്ടും ചെറുതാക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ക്ലിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ട്രേയിൽ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരെണ്ണത്തിന് 45 റുപ്പീസായിരുന്നു. പക്ഷേ ഇത് മീഷോയിലും അവൈലബിൾ ആണ് കേട്ടോ. അധികം വെയിറ്റ് വരാത്ത ഇപ്പോൾ കെച്ചപ്പിൻ്റെ പാക്കറ്റ്സ് അതൊക്കെ നമുക്ക് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മളിത് യൂസ് ചെയ്ത സമയത്ത് കുറച്ചും കൂടെ സ്പേസ് കിട്ടും നമുക്ക് ഫ്രിഡ്ജിൽ. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ട്രേ സെറ്റാണ് കേട്ടോ. ഇതിന് മെയിനായിട്ട് ഈ പിക്കിൾസിൻ്റെ ബോട്ടിൽസും അതുപോലെ തന്നെ ജാം ഇതൊക്കെ നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ട്രേ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് ഇതുപോലെ കമ്പാർട്ട്മെൻറ്റ്സും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ 3 കമ്പാർട്ട്മെൻറ്റായിട്ട് വെക്കാനായിട്ടും പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 250-300 ഉള്ളിലാണ് കേട്ടോ. ഇതുപോലെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് എടുക്കാനും വെക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതും ഒരു ഫ്രിഡ്ജ് ട്രേ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരെണ്ണത്തിന് 79 റുപ്പീസായിരുന്നു. അപ്പോൾ ഇതും ഇതുപോലെ ബോട്ടിൽസൊക്കെ നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. സെയിം തന്നെ 3 ട്രെയിനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയായിട്ട് ഓരോ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബട്ടർ ബോക്സാണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. 300 and something ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എനിക്കിതുപോലെ നെയിമുള്ള കണ്ടെയ്നേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു എഗ് ട്രേ ആണ്. ഇതും ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 300 റുപ്പീസിൻ്റെ ഉള്ളിലാണ് വരുന്നത്. നമുക്ക് 12 എഗ്സ് അറ്റ് എ ടൈം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന് ലിഡ് കൂടെ വരുന്നുണ്ട്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതിന് ആമസോണിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ മീഷോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ.
നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് കണ്ടെയ്നേഴ്സാണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കണ്ടെയ്നേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനതിൽ വെജിറ്റബിൾസ് വെക്കാറുണ്ട്, ഫിഷ്, മീറ്റ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു കണ്ടെയ്നറിൽ തന്നെയാണ്. കുറച്ച് സ്പേസിൽ കൂടുതൽ സാധനങ്ങൾ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഈ കണ്ടെയ്നർ സെറ്റ് മസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ഡ്രെയിനറും വരുന്നുണ്ട്. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ്. ഇതിന് അത്ര റേറ്റും വരുന്നില്ല കേട്ടോ. 4 കണ്ടെയ്നേഴ്സിന് 200 and something പ്രൈസ് വരുന്നുള്ളൂ. മസ്റ്റ് ബൈ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് ഓർഗനൈസേഴ്സ് കാണിച്ച് പോകണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.